ഇടതുപക്ഷ ഗവൺമെന്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമോ? 100% വരും. വീണ്ടും പിണറായിയുടെ ഭരണം എങ്ങനെയുണ്ട്? അടിപൊളിയാ. നല്ല വികസന പ്രവർത്തനങ്ങൾ കേരളമൊട്ടാകെ ഉണ്ട്. അതിൻ്റെ അഭിപ്രായം എന്താ പറയുന്നത്? നല്ല ഭരണമാണ് പിണറായി വിജയൻ്റെ. പിന്നെ ശരി. ബിജെപിയെ കുറിച്ച് എന്താ? ബിജെപിയെ കുറിച്ച് എന്താ? ബിജെപി ഒരിക്കലും വരുന്നില്ല, കേരളത്തിൽ വരത്തില്ല. ഉറക്കെ പറ. ഒരിക്കലും വരുന്നില്ല. ഒരിക്കലും ഉണ്ടാകത്തില്ല. ബിജെപി ഭരണം വന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഭരിക്കണം. അവിടെ എന്തെങ്കിലും നടക്കണമെന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക. വരും. നമ്മുടെ അഭിപ്രായം എന്നൊക്കെ വാ. താങ്കളെന്താ പറയുന്നു? അടുത്ത തെരഞ്ഞെടുപ്പ് ആരായിരിക്കും ഭരണത്തിൽ വരുന്നത്? വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരും. എത്ര സീറ്റ് നേടി? അത് നല്ല നമ്മുടെ ഇപ്പോൾ ഈ നിൽക്കുന്ന അതേ നിലയിൽ തന്നെ വരും. പിണറായിയുടെ ഭരണം എങ്ങനെയുണ്ട്? ഭരണം ഇതിനു പോലെ കോൺഗ്രസ് ഭരിക്കുന്നതിനേക്കാളും നല്ല ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. അത് പിണറായി വീണ്ടും അധികാരത്തിൽ വരും. നാടിൻ്റെ പുരോഗതി വികസനം എല്ലാം ചെയ്തിരിക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ലൈഫ് പദ്ധതി, പിന്നെ നമ്മുടെ റോഡ് വികസനങ്ങൾ, ഇതെല്ലാം ചെയ്തിരിക്കുന്നതെല്ലാം ആശുപത്രികൾ, സ്കൂള് ജനങ്ങൾക്കെല്ലാം പ്രയോജനപ്രദമായ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. പെൻഷൻ പദ്ധതി എടുത്തു പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുവരെ നമ്മൾ കാണാത്ത കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇവർ അംഗീകരിക്കാതെ അവരെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് അവർ അംഗീകരിക്കാത്ത. അപ്പോൾ ഇവർ ഒരിക്കലും വരരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ജനങ്ങളെ തിരുത്തുവാൻ വേണ്ടിയാണ് പിണറായി ഭരണം മോശമാണെന്ന് വരുത്തുന്നത്. ശരിയാണോ? അതെ, തീർച്ചയായിട്ടും അതായിരിക്കണം. പിണറായിയുടെ ഭരണം ഏറ്റവും നല്ല ഭരണമാണ്. നല്ല ഭരണമാണ്. ജനങ്ങൾ അംഗീകരിക്കുന്ന ഭരണം. അതുകൊണ്ട് പിണറായി 100 സീറ്റ് മേലെ നേടിക്കൊണ്ട് വീണ്ടും വരും. താങ്ക് യു. പേരെന്തുവാ? സുനീഷ്. എവിടെ വീട്? എണ്ണക്കാട്. നിങ്ങൾ രണ്ടുപേരും എണ്ണക്കാട്. നിങ്ങൾ LDF പ്രവർത്തകരല്ലേ? നിങ്ങളുടെ പഞ്ചായത്ത് എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഈ പ്രാവശ്യം 9 സീറ്റായിട്ട് പിടിക്കും. LDF പഞ്ചായത്ത് ഇലക്ഷൻ 9 സീറ്റ് പിടിക്കും. നിങ്ങളുടെ MLA എങ്ങനെയുണ്ട്? MLA മന്ത്രി ജനങ്ങൾക്ക് നല്ല ഉപകാരിയാണ്, നല്ല പ്രവർത്തകനാണ്. നല്ല ഏത് കാര്യത്തിനും വിളിച്ചാൽ പുള്ളി ഓടിയെത്തും. റോഡുകളൊക്കെ ആ ഭാഗത്ത് നല്ല ഇതാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ആളെന്ന് തിരിച്ചെല്ലാം കൊണ്ടുപോയി എല്ലാം ചെയ്യും മന്ത്രി. സഹിച്ചെറിയാൻ നല്ല ഭരണം. പുള്ളിയുടെ നല്ല കാഴ്ചപ്പാടാണ്. നല്ല കാഴ്ചപ്പാടാണ്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് പഞ്ചായത്ത് ഞങ്ങളുടെ നേതാവെന്ന് പറഞ്ഞ സുരേഷ് മത്തായി സാറ്. പുള്ളി എല്ലാ കാര്യത്തിലും നല്ല ബ്രില്യൻ്റ് ആണ്. നല്ല പ്രവർത്തകനാണ്. എല്ലാവരോടും നല്ല ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. നല്ല വ്യക്തിയാണ്. വക്കീലാണ് ചെങ്ങന്നൂർ കോടതിയിൽ. ഇപ്രാവശ്യം ചെറിയാൻ നിൽക്കുമോ? അടുത്ത പ്രാവശ്യം 100% സഹിച്ചെറിയാൻ നിൽക്കും. ഉറപ്പായിട്ട്. എന്നാൽ ജയിക്കും. 100% ജയിക്കും. നല്ല വികസന നായകനാണ്. പിന്നെ പുള്ളിയല്ലാതെ ആരും ജയിക്കത്തില്ല. പുള്ളി ഉറപ്പായിട്ട് ജയിക്കും. നല്ലൊരു പ്രവർത്തകനാണ്. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വരും. ഉറപ്പായിട്ട് വരും. മത്തായി സാറാണ് അതിന്റെ എല്ലാം നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ സഖാവിന്റെ ഇതിലാണ് എല്ലാ ജയവും നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പേരെന്തോ? എന്റെ പേര് ജിത്ത്. എണ്ണക്കാട്. അപ്പൊ ജിത്തിന്റെ അഭിപ്രായമാണ് ഉറപ്പായിട്ട് 9 സീറ്റ് നേടും. 9 സീറ്റ് നേടി ഇടതുപക്ഷ അധികാരത്തിൽ വരും. ഉറപ്പായിട്ട്. പിന്നെ 100%. അതുപോലെ തന്നെ പിണറായി വിജയനും അടുത്ത മുഖ്യമന്ത്രി പുള്ളിയാണ്. ആയി വരും.
ഓക്കെ താങ്ക് യു. താങ്ക് യു. ഫേസ്ബുക്കിൽ ഇട്ടു.